നമസ്കാരം. കേസ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. ഇന്നത്തോടെ കനത്ത മഴയ്ക്ക് ശമനമാകുമെന്നാണ് വിലയിരുത്തൽ. നാളെ മുതൽ ഒരു ജില്ലയിലും പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിൽ തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 3 മണിക്കൂറിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പുതിയ ബസ്സുകളുടെ വരവ് ആഘോഷമാക്കാൻ KSRTC ഒരുങ്ങുന്നു. കനകക്കുന്നിൽ 3 ദിവസത്തെ വാഹന പ്രദർശനവും ജീവനക്കാരുടെയും ബന്ധുക്കളുടെയും കലാപരിപാടികളും സംഘടിപ്പിക്കും. 22 മുതൽ 24 വരെ നടത്തുന്ന വാഹന പ്രദർശനത്തിൽ പ്രമുഖ വാഹന നിർമ്മാണ കമ്പനികളെല്ലാം പങ്കെടുക്കും. ത്രിവർണ്ണ പതാകയുടെ നിറവും കഥകളിയുടെ ഗ്രാഫിക്സും ഒക്കെയുള്ള KSRTCയുടെ പുതിയ ബസ്സുകളും പ്രദർശനത്തിനുണ്ടാവും. സ്ലീപ്പറും മിനി ബസ്സുകളും ഉൾപ്പെടെ 100 പുതിയ ബസ്സുകളാണ് KSRTC ഇറക്കുന്നത്. 21 പുതിയ ബസ്സുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ കൊമ്പൻ PT5-ന് മയക്കുവെടി വെച്ച് ദൗത്യസംഘം. ആനയെ ഉടൻ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. വടവുമായി ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് പോയിട്ടുണ്ട്. ആനയെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മയക്കുവെടി വെച്ച് പിടികൂടുന്നത്. ആനയെ മയക്കുവെടി വെച്ച ശേഷം പ്ലാനുകൾ ആലോചിക്കും എന്നാണ് ഫോറസ്റ്റ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ അറിയിച്ചത്. ചികിത്സ നൽകിയ ശേഷം ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കും. വാക്കുതർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ചു. തിരൂർ പുറത്തൂർ കാട്ടിലപ്പള്ളി ചെറിയകത്ത് മനാഫിന്റെയും സഫൂറയുടെയും മകൻ തുഫയിലാണ് മരിച്ചത്. സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. കൊലക്കേസ് പ്രതികളുടെ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച സംഭവത്തിൽ 8 പേർ അറസ്റ്റിൽ. ഓച്ചിറ സ്വദേശികളായ 8 പേരാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തത്. സന്തോഷ് കൊലക്കേസിലെ വിചാരണ തടവുകാരായ അതുൽ, മനു എന്നിവരുടെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് റീൽസ് ആക്കിയതിനാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ബോളിവുഡ് നടി ഖുമ ഖുറേഷിയുടെ ബന്ധു ഡൽഹിയിൽ കൊല്ലപ്പെട്ടു. ആസിഫ് ഖുറേഷിയാണ് മരിച്ചത്. ജഗ്പുര പ്രദേശത്ത് പാർക്കിംഗ് തർക്കത്തെ തുടർന്ന് അയൽക്കാരൻ ആക്രമിക്കുകയായിരുന്നു. രാത്രി 11 മണിയോടെയാണ് സംഭവം. ആസിഫ് തന്റെ അയൽക്കാരനോട് തന്റെ ഗേറ്റിൽ തടസ്സം സൃഷ്ടിച്ചിരുന്ന ഒരു സ്കൂട്ടർ മാറ്റാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വാഗ്വാദമുണ്ടായി. തുടർന്ന് അയൽക്കാരൻ മൂർച്ചയുള്ള ഒരു വസ്തു ഉപയോഗിച്ച് അദ്ദേഹത്തെ ആക്രമിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോ സന്ദർശന വേളയിൽ പറഞ്ഞു. തീയതികൾ ഇതുവരെ അന്തിമമായി തീരുമാനിച്ചിട്ടില്ലെങ്കിലും സന്ദർശനം ഈ വർഷം നടക്കാൻ സാധ്യതയുണ്ടെന്ന് റഷ്യൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ സ്പുട്നിക് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.